ഹലോ. ഇന്ന് ഞാൻ വീഡിയോയിൽ വന്നിരിക്കുന്നത് ഞാൻ ഈ 2 ദിവസം മുമ്പ് കണ്ട ഒരു മലയാളം മൂവിയുടെ ഒരു റിവ്യൂ ആയിട്ടാണ്. സൂക്ഷ്മദർശിനി. നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്താ പറയുക, വളരെ സൂപ്പർ ഹിറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മൂവിയാണ്. നല്ലൊരു മൂവിയാണ്. ഞാനിവിടെ ന്യൂസിലൻഡിലാണ്. അപ്പം ഇടയ്ക്ക് മലയാളം മൂവീസ് ഇവിടെ വരാറുണ്ട്. സോ ഇറ്റ്സ് നോട്ട് ലൈക്ക് എല്ലാം വരില്ല എങ്കിലും ഇപ്പോൾ ഇതിനു മുമ്പ് വന്നത് കിഷ്കിന്ത കണ്ടുവരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ സൂക്ഷ്മദർശിനി. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഇത്രയധികം ആളുകളായിട്ട് മൂവി കണ്ട ഒരു അനുഭവം ആദ്യമായിട്ടാണ്. സോ സാധാരണ ഓൾമോസ്റ്റ് കാലിയായിരിക്കും. നല്ലൊരു 8-10 പേരോ അങ്ങനെയൊക്കെ ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളൂ. സോ ആദ്യമായിട്ടാണ്. തിയേറ്റർ ഫുള്ളായിരുന്നില്ല, പക്ഷെ എന്നാലും ഓൾമോസ്റ്റ് ഫുള്ളായിരുന്നു. ഇറ്റ്സ് മോർ ദാൻ ഹാഫ് ഫുള്ളായിരുന്നു. അപ്പം സോ നല്ലൊരു മൂവിയാണ്. ആൻഡ് ഇറ്റ് ഇസ് എ ത്രില്ലർ മൂവി, കോമഡി ത്രില്ലർ മൂവി എന്ന് പറയാം. MC മാർട്ടിൻ എന്ന് പറയുന്ന ഒരാളാണ് അതിൻ്റെ ഡയറക്ടർ. സോ ഞാൻ ചുമ്മാ അങ്ങനെ റിസർച്ച് ചെയ്തപ്പോൾ പുള്ളിയുടെ സെക്കൻഡ് മൂവിയാണിത്. ഇതിന് മുമ്പ് 2018 നോൺസെൻസ് എന്ന് പറയുന്ന മൂവി റിലീസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാനത് കണ്ടിട്ടില്ല. ബട്ട് ആ മൂവിയെ പറ്റിയും നല്ല റിവ്യൂ ആണ് വായിക്കാൻ കഴിഞ്ഞ്. സോ സെക്കൻഡ് മൂവി ഇത്ര മനോഹരമായി ചെയ്തതിന് MC മാർട്ടിന് കൺഗ്രാറ്റ്സ്. MC മാർട്ടിന് പ്രത്യേകം പ്രശംസ അർഹിക്കുന്നു. അതേപോലെ നസ്രിയ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നസ്രിയ സ്ക്രീനിൽ കാണുന്നത്. വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സോ എനിക്കിതിൽ പറയാം. അതേപോലെ ബേസിൽ കുറച്ചല്ല, ബേസിൽ നെഗറ്റീവ് ഇമേജിലുള്ള ഒരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ സ്റ്റോറിയോ അങ്ങനെ ഒന്നും ഞാൻ പറയുന്നില്ല. സോ അങ്ങനെ ഒരു ക്യാരക്ടറാണ് ബേസിൽ ചെയ്തിരിക്കുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ഓൾസോ നൈസ്. ബേസിലാണ് ഇപ്പോൾ എനിക്ക് ഇപ്പോൾ മലയാളത്തിൽ എന്നോട് ചോദിച്ചാൽ ഏറ്റവും ഇഷ്ടമുള്ള ആക്ടർ ആരാന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ബേസിൽ ജോസഫ്. വളരെ സിമ്പിളായ ഒരു മനുഷ്യൻ, പക്ഷേ ഒരുപാട് കഴിവുകളുള്ളൊരു മനുഷ്യൻ, എഡ്യൂക്കേറ്റഡ് ആയ ഒരു മനുഷ്യൻ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു തലത്തിൽ ഐ ലൈക്ക് ബേസിൽ വെരി മച്ച്. സോ പിന്നെ അതിലുള്ള എല്ലാ ക്യാരക്ടേഴ്സും എല്ലാവർക്കും ഒരു സ്പേസ് ഉണ്ട്. എല്ലാ ക്യാരക്ടേഴ്സിനും ഒരു സ്ക്രീൻ സ്പേസ് ഉണ്ട്. അപ്പോൾ അത് വളരെ മനോഹരമായിട്ട് MC മാർട്ടിൻ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ അഭിനയിച്ച എല്ലാവരും ഒന്നിനൊന്നും മെച്ചം, എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സോ ആ സ്റ്റോറിയാണ് ആക്ച്വലി നന്നായിരിക്കുന്നത്. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പ്രമേയം, അത് വളരെ നന്നായിട്ട് ചെയ്തിരിക്കുന്നു. നമുക്ക് ലാസ്റ്റ് വരെ ശരിക്കും സെക്കൻഡ് ഹാഫ് ഭയങ്കര ടെൻസ്ഡ് ആയിരിക്കും. നമ്മൾ വളരെ ഒരു ആകാംക്ഷയോടെ കണ്ട് പോകാൻ പറ്റുള്ളൂ ഓരോ സീനും. ഒരു രീതിയിലും നമുക്ക് ഇങ്ങനെ ആയിരിക്കും ഈ സ്റ്റോറിയുടെ അവസാനം എന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അത്ര വളരെ നന്നായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഡയറക്ഷൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സോ പിന്നെ എനിക്ക് പറയാൻ തോന്നുന്നതെന്ന് വെച്ചാൽ മലയാളം മൂവി ഇപ്പോൾ ഒരു നല്ലൊരു കാലഘട്ടത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് എനിക്കിപ്പോഴത്തെ മൂവീസ് കാണുമ്പോൾ തോന്നുന്നത്. അതായത് നല്ല സ്റ്റോറീസ്, വ്യത്യസ്തമായ സ്റ്റോറീസ്, നമ്മൾ ആ കണ്ടു പരിചയിച്ച കണ്ടുമടുത്ത ഒരു സിനിമ ഫോമാറ്റ് ഉണ്ടല്ലോ. ലൈക്ക് ഹീറോ വരുന്നു, ഹീറോയിൻ വരുന്നു, കല്യാണം കഴിക്കുന്നു, അല്ലെങ്കിൽ എന്താ പറയുക, വിരഹം, പ്രേമവിരഹം, കുടുംബകലഹം, കുറേ സോങ്സ്, ഡാൻസ്, അടിപിടി, അങ്ങനെ ഉള്ള ഒരു ഫോർമാറ്റിൽ അത് മാറി വളരെ ഫ്രഷ് കോൺസെപ്റ്റ്സ് വരുന്നുണ്ട്. അത് വളരെ സിമ്പിളായിട്ട് എടുത്തു പോകുന്നു. നമുക്ക് ശരിക്കും നമ്മുടെ ഒരു ലൈഫ് കാണുന്ന പോലെ തോന്നുന്നുണ്ട് ഇപ്പോൾ സിനിമകൾ കാണുമ്പോൾ. ഇറ്റ്സ് നോട്ട് ലൈക്ക് ഹെവി മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് ഹീറോയിനും വരുന്ന പോലെയല്ല. മേക്കപ്പ് ഉണ്ട്, ഇപ്പോൾ ഇല്ലയെന്ന് പറയുന്നില്ല, പക്ഷെ ഒരു ഭയങ്കര അൺറിയൽ ആയിട്ട് തോന്നുന്നില്ല. അത് എസ്പെഷ്യലി മലയാളം മൂവീസ്. സോ അത് വളരെ സന്തോഷം തോന്നുന്നു ഈ ഒരു കാലഘട്ടം കാണുമ്പോൾ. കാരണം ഇടയ്ക്ക് വെച്ചൊരു ലോ ഫേസ് ഉണ്ടായിട്ടുണ്ട്. ഒരു 90s ഒക്കെ കഴിഞ്ഞ് ഐ തിങ്ക് 2000s ആ ടൈമിൽ ഒരു നല്ല സ്റ്റോറീസ് വരാറില്ലായിരുന്നു. ആ സമയത്തൊക്കെ വെറുതെ ഈ മുണ്ട് മടക്കി കുത്തി മീശ പിരിച്ച് നടക്കുന്ന കുറേ ആൺകഥാപാത്രങ്ങളും അവരുടെ ചുറ്റും മരം ചുറ്റി നടക്കുന്ന സാരി ഉടുത്ത് ശാലീനയായി ഒന്നും ചെയ്യാനറിയില്ല എൻ്റെ ചേട്ടാ എന്ന് പറയുന്ന പെൺകഥാപാത്രങ്ങളും ഉള്ള എന്താ പറയുക കുറേ പാട്ടുകളും
പാട്ടുകൾക്ക് ഞാൻ കുറ്റം പറയല്ല. മലയാളം സിനിമ ഒരുപാട് നല്ല പാട്ടുകൾ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. സോ അതിന് കുറ്റം പറയല്ല. ഈവൻ ഈ സൂക്ഷ്മദർശിനിയിലും പാട്ടുകളുണ്ട്. പക്ഷെ ആ പാട്ടുകൾ വാസ് പാർട്ട് ഓഫ് ദ മൂവി. അല്ലാതെ പാട്ട് എന്ന് പറയുമ്പോൾ തന്നെ ഹീറോ ഡാൻസ് ചെയ്യുന്നു, ഹീറോയുടെ പുറകെ 50 പേര് ഡാൻസ് ചെയ്യുന്നു, ഹീറോയിൻ ഡാൻസ് ചെയ്യുന്നു, ഹീറോയിൻ്റെ പുറകിൽ 50 പേര് ഡാൻസ് ചെയ്യുന്നു. ഈ ഡാൻസ് ഏതാണ്ട് ഇവർ ഓൺ ദ സ്പോട്ട് വന്ന് ഒരുമിച്ച് കളിക്കുന്ന പോലെ ആ ഒരു ഫോമാറ്റൊക്കെ ഇപ്പോൾ മലയാളം സിനിമയിൽ നിന്ന് ഏറെക്കുറെ പോയി എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ കാണാറില്ല അങ്ങനെ ഒരു ഇത്. പാട്ടുണ്ട്, ബട്ട് ദാറ്റ് വിൽ ബി ലൈക്ക് വിത്ത് ദ സീൻസ്, എന്തെങ്കിലും കുറേ സീൻസ് കോർത്തിണക്കിയിട്ട് ഒരു പാട്ട്, അങ്ങനെയാണ് കാണുന്നുള്ളൂ. ദാറ്റ് ഈസ് എ ബിഗ് റിലീഫ്. കാരണം അത് ആ ഒരു സംഭവമല്ലേ ഈ പറഞ്ഞ ഡാൻസ് എന്ന് പറയുന്ന ആ ഒരു ഫോമാറ്റ്, അത് ആക്ച്വലി എല്ലാവർക്കും മടുത്ത് തുടങ്ങി എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. എനിക്ക് മടുത്ത് ഞാനത് ഇനി കാണാൻ ആഗ്രഹിക്കുന്നില്ല. ദാറ്റ് വാസ് ഓക്കെ, ഒരു 90s ഓക്കെ. പക്ഷെ ഇപ്പോൾ അത് എനിക്ക് തോന്നുന്നില്ല ആർക്കും അത് ഇഷ്ടമുണ്ടെന്ന്. ദാറ്റ് ഈസ് സംതിങ് ഔട്ട്ഡേറ്റഡ് എന്ന് പറയാം. സോ അങ്ങനെ എല്ലാം എടുത്ത് നോക്കുമ്പോൾ വളരെ നല്ലൊരു മൂവിയാണ്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും പോയി കാണൂ, നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ അത് പറയാൻ വേണ്ടി വന്നതാണ്. സോ താങ്ക് യു സോ മച്ച് ആൻഡ് കൺഗ്രാറ്റ്സ് ടു the entire team of Sukshmadarshini. Thank you so much. Bye.